അഡ്വക്കേറ്റ് പ്രസാദ് പത്മനാഭൻ കുറേയധികം അതിഥികളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. നോക്കൂ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇലക്ഷൻ ഇല്ലായിരുന്നു എങ്കിൽ ഇടക്കാല ജാമ്യം എന്ന ചോദ്യമേ ഉണ്ടാകുമായിരുന്നില്ല. ഒരു ഫയലും ഒപ്പിടില്ല എന്ന സത്യവാങ്മൂലം ഇതിനകം തന്നെ അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ ഇക്കാര്യത്തിൽ ഒരു വർക്കും സ്റ്റോപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഷേക് മനു സിംഗ്വി തേടുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈ HR ഖന്ന എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആ വിഷയത്തിൽ ADM ജബൽപൂർ കേസിൽ വിധിന്യായം പുറപ്പെടുവിച്ചതിൽ വളരെ സുപ്രധാനമായ രീതിയിൽ ഒരു സമാന്തരമായ ഒരു വിധിന്യായം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ജസ്റ്റിസ് ഖന്ന. ഇവിടെ ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയക്കാരെ തുറന്നുവിടാം എന്ന് പറയുന്ന ഒരു വിധി എത്ര കണ്ട് കീഴ്വഴക്കം സൃഷ്ടിക്കും? അതൊരു പക്ഷേ നമുക്ക് പൊതുവെ അർത്ഥത്തിൽ അതിനെ അപകടകരമായ വിധി എന്ന് സൂചിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. ജസ്റ്റിസ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിനകത്ത് ഏറ്റവും അപകടകരമായ കാര്യം നികേഷേ, ഇതിനകത്ത് അറസ്റ്റിനെ ചലഞ്ച് ചെയ്യുന്നതിന്റെ ബേസിക് ഗ്രൗണ്ട് അറസ്റ്റിന് വേണ്ടി തെരഞ്ഞെടുത്ത സമയത്തെക്കുറിച്ചാണ്. അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, രാജ്യത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും ഒന്നാമത്തെ നേതാവാണ്. അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇലക്ഷന് സമയമായാണ് എന്ന അതൊരു കണ്ടൻഷനായിട്ട് റേസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പ്രത്യേകത, എന്നെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പദവിയിലിരുന്ന് ഒപ്പിടുന്നു എന്നതല്ല വിഷയം. അരവിന്ദ് കെജ്രിവാൾ എന്ന വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവ്, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ പ്രസൻസ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ രാജ്യത്തുണ്ടാകണം. ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിനുള്ള പോരാട്ടം നടക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ആവശ്യമാണ്. മറ്റു പല മുഖ്യമന്ത്രിമാരുടെ പ്രസൻസ് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല, പക്ഷെ ആ പ്രസൻസ് ആവശ്യമാണ്. തന്ത്രശാലിയായ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടാകണം. അതാണ് അതിന്റെ ബേസ് ലൈൻ. രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, നിങ്ങളിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസ്, ഇനി ഒരുപാട് ഗവൺമെന്റുകൾ കേന്ദ്രവും സ്റ്റേറ്റും ഒക്കെ ഭരിക്കുന്നിടത്ത് എന്താ കേസ് എന്ന് മനസ്സിലായോ? എക്സൈസ് പോളിസിയുടെ ലൂപ്പ് ഹോൾസ്, ആ ലൂപ്പ് ഹോൾസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കിക്ക് ബാക്ക് വാങ്ങിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 കൊല്ലം നടത്തിയ പോളിസി ഡിസിഷൻസിന്റെ ലൂപ്പ് ഹോൾസ് കാണണോ? ഇവിടുത്തെ എല്ലാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങും വിറ്റുമൊഴിച്ചതിന്റെ ലൂപ്പ് ഹോൾസ്, അതിന്റെ കിക്ക് ബാക്സിന്റെ കണക്ക് ഇലക്ട്രൽ ബോണ്ടായിട്ട് കാണാം നമുക്ക് വേണമെങ്കിൽ. അപ്പൊ ഇത്തരം കേസുകളിലൊക്കെ ED കേസെടുക്കുമ്പോൾ അപ്രൂവറിനെ ക്രിയേറ്റ് ചെയ്യാം. 2 പേര് ഞാൻ പറയാം. രാഘവ് മജുന്ദ, ശരത് റെഡ്ഡി. രാഘവ് മജുന്ദയ്ക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നു പ്രതി. ഈ കേസിൽ 18/7/2023 ജാമ്യം കൊടുത്തിരിക്കുന്നു. ശരത് റെഡ്ഡിക്ക് അപ്രൂവറായിട്ട് 8/5/2023 ഈ ജാമ്യം കൊടുത്ത പ്രതികളെ കൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ നികേഷ്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജാമ്യം കൊടുത്ത ആളുകൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ? സെക്ഷൻ 45 PMLA പ്രകാരം ട്വിൻ കണ്ടീഷൻ ഉണ്ട്. ആ ട്വിൻ കണ്ടീഷന്റെ ആപ്ലിക്കബിലിറ്റി ഇങ്ങനെയാണ്: പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്താൽ, ഈ ഒരു എന്താ പറയുക, ഇവർ ഗിൽട്ടി അല്ലാതെ തോന്നിയാൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്തില്ലെങ്കിൽ ഗിൽട്ടി ആണോ എന്ന് നോക്കാതെ ജാമ്യം കൊടുക്കുക. ഈ 2 പേരുടെയും കേസിൽ പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്യാതെ പുറത്തു കൊണ്ടുവന്ന് 164 സ്റ്റേറ്റ്മെന്റ് എടുത്ത് കെജ്രിവാളിനെതിരെ മൊഴിയെടുക്കുകയാണ്. ഇവരുടെ പഴയ മൊഴികളിലൊന്നും ഇല്ലാത്തൊരു മൊഴി ക്രിയേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് സമൻസ് അയക്കുകയാണ്. അല്ല, ഇവിടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, എന്റെ വിഷയം ഇത്രയേ ഉള്ളൂ. സുപ്രീം കോടതി ഷാൾ ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നാണല്ലോ പറയുന്നത്. അതായത് അന്തിമ കോടതി എന്നുള്ള നിലയിൽ ഈ കോടതിക്ക് ഒരു വീഴ്ച പറ്റാൻ പാടില്ല. ഇതിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് സമയത്തായതിനാൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ഏൽക്കാൻ വേണ്ടി അദ്ദേഹത്തെ തുറന്നു വിടാമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇത് നാളെ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, എനിക്കും ബാധകമാണ് ഏത് കോടതിയിലും. ഇല്ല, സെക്ഷൻ 29A പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ അധിപനാണ് അയാൾ. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ടും ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ട ആളാണ് അദ്ദേഹം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതെ, ഇനി അദ്ദേഹത്തെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിനെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ
അറസ്റ്റിന്റെ റീസൺസ് സെക്ഷൻ 19 അറസ്റ്റിന്റെ റീസൺസ് പറയണം. ആ റീസൺസ് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നാ പറഞ്ഞത്. ആ റീസൺസ് അക്സെപ്റ്റബിൾ ആയി ടൈം ഓഫ് അറസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ റൈറ്റിംഗിൽ കൊടുത്ത റീസൺസ് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ടാണ് അറസ്റ്റ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനൊരു സുപ്രീം കോടതി നേരത്തെ ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ ഇത് അറസ്റ്റിന്റെ ഭരണഘടനാ വിരുദ്ധത, നിയമവിരുദ്ധതയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ആ കേസ് നീണ്ടുപോകുന്ന ഘട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രീം ഹർജി എടുത്താലോ എന്ന് സുപ്രീം കോടതി ഇങ്ങോട്ട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലില്ല. എന്നിട്ട് ഇൻട്രീം ഹർജി പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതി ചോദിച്ച ചില ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ഈ സമയത്ത് അറസ്റ്റ് എന്നുള്ളത്. അതെ, അതാണ് അതിന്റെ ക്രൂഷ്യൽ ഗ്രൗണ്ടാണത്. അത് അറസ്റ്റിനെ ചലഞ്ച് ചെയ്തപ്പോൾ ഗ്രൗണ്ട് നമ്പർ 1 ആണത്. ഈ ടൈമിംഗ് ഓഫ് അറസ്റ്റ് എന്ന് പറയുന്നത്. ടൈമിംഗ് ഓഫ് അറസ്റ്റ് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ സംവിധാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ ഒരു ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി മറ്റൊരു എതിർപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക എന്ന തന്ത്രം, ആ തന്ത്രത്തെ വളരെ സീരിയസ് ആയിട്ട് കാണണം. എന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്തതുമായിട്ട് Debate with MV Nikesh Kumar.